പോക്കണക്കോട്ടെ പക്ഷിമൃഗാദികളുടെ സംരക്ഷകനായി ഒരു ദൈവദൂതനെ പോലെ പറഞ്ഞു വരുന്ന ഡോക്ടർ പശുപതിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിക്കണ്ണൻ നായരുടെ അധ്യക്ഷതയിൽ വമ്പിച്ച സ്വീകരണം. ഇന്ന് കൃത്യം 10 മണിക്ക് പോക്കണമോ മൈതാനത്ത് ഇന്ന് കൃത്യം 10 മണിക്ക്. കണ്ടില്ലേ അലങ്കാരങ്ങൾ, പ്രസിഡന്റിന്റെ അധികാര ദുർവിനിയോഗം. ഇയാളൊരു മാഫനാണ്. അതെങ്ങനെ? ഇവന്റെ അമ്മാവനല്ലേ? 10 ഗുണം 10 ഗുണം. ഇംഗ്ലീഷുകാരൻ അതാ പറഞ്ഞത്. 10 commandments. തമാശ ബാല, ഒരു ചൂട്ട് വാങ്ങണം. എന്തിന്? യോഗത്തിന് ആന വരുമ്പോ അത് കത്തിച്ച് ആനയുടെ ആസനത്തിൽ വെച്ചു കൊടുക്കണം. അത് ഇവിടെ എല്ലാം ഓടി യോഗ കലക്കും. നേതാവ് മണ്ടത്തരം പറയരുത്. നമ്മുടെ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. നേതാവും ഈ കൂട്ടത്തിലുണ്ടെന്ന് ഓർമ്മിച്ചോണം. വേണ്ട. എന്താടാ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലേ? എന്താ ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം? പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി പ്രശ്നങ്ങളാണെങ്കിൽ ഉണ്ടാക്കാം. നേതാവേ, ആവേശം വേണ്ട. ഞങ്ങള് ചായ കുടിക്കാൻ വന്നതാണ്. സാർ നിഷ്പക്ഷത പാലിക്കണം, ഇല്ലെങ്കിൽ എന്റെ രക്തം വണ്ടി ആരടാ പ്രതിപക്ഷത്തെ തറപറ്റിച്ചത്? മണ്ടത്തരം വിളിച്ചു പോയി അടിച്ചതിന്റെ തലമണ്ണ പൊട്ടിക്കും ഞാൻ. എന്താ പ്രതിപക്ഷത്തിന്റെ മുഖച്ചായക്ക് മങ്ങലേൽപ്പിച്ചാൽ പഞ്ചായത്തിന് തീ വയ്ക്കും. വീട്ടിൽ പോ. അച്ഛൻ മണി എത്ര നോക്കണം. എവിടെയാ മൃഗഡാക്ടർ? പൂർത്തീകരിക്കുവാൻ മൃഗഡോക്ടർ പശുപതി ഇതാ പോക്കണംകോടിനെ ലക്ഷ്യമായി മന്ദം ആഗതനായി കൊണ്ടിരിക്കുന്നു. ഇതാ മൃഗഡോക്ടർ പശുപതി പോക്കണംകോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. എന്തിനാ പിന്നെ വിളിക്കാൻ ശ്രദ്ധിക്കുണ്ടാൻ പോന്നേ? ആ ചോപ്പ രാജ്യദ്രോഹിയാ. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സ്നേഹിതരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി UDCയുടെ ഈശ്വര പ്രാർത്ഥന UDC ക്ഷണിച്ചു കൊടുക്കും. കാലുമ ചവിട്ടല്ലേ? ഓ ഹരിതമനോജ്ഞമാം പോക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവ പാദം കൈവേണം. ഏതായി കുട്ടി? ഇവിടുത്തെ UDC നല്ല കുട്ടിയാ.
ഹരിത മനോജ്ഞം വേണ്ടേ അത് പറ്റില്ല. UDC പാടാൻ അനുവദിക്കണം. അതെ, പാടാൻ അനുവദിക്കണം. പോടാ. അടുത്തതായി എന്റെ അധ്യക്ഷ പ്രസംഗമാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനം പറഞ്ഞോളാം. ഓടാ. അടുത്തതായി ഡോക്ടർ പശുപതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Ladies and gentlemen, Mr. Panchayat President, Mrs. Panchayat President, other VIPs, welcome you to all. Sorry, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. കുട്ടികളെടുക്കട്ടെ, എന്നെ വലിയ എടുക്കാം. എന്താ ഈ ഇന്ത്യൻ പോലീസ് ഇങ്ങനെ പെരുമാറുന്നത്? പറയൂ. മലയായിൽ 5 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെയും ഈ പോക്കണംകോട് വന്നതിൻ്റെയും പിന്നിൽ ഒരു കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചുകൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എൻ്റെ അച്ഛൻ ആറ്റുനോറ്റ് വളർത്തിയ ഒരു അൾസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ജീവിതം. ഡോണ്ട് പ്ലേ ബോയ്സ്, അലമുണ്ടാക്കണ്ട. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായിൽ പെറാക്, ജോഹോർ, കെഡ, കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേഷ്യക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവർ കൂടുതൽ ഇന്റലിജന്റ് ആണ്. അതൊരു വാക്ക് നിൽക്കട്ടെ. ചികിത്സ ഇന്ന് എനിക്കൊരു മാനസിക രോഗമാണ്. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖം കാണുന്നു. മിണ്ടാതിരിക്കട്ടെ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്ത് ജീവനൊന്നും അച്ഛനമ്മയല്ലേ? സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറയും. പറയുന്ന എല്ലാരും ഏറ്റു പറയണം. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. എന്റെ ഹൃദയം പോക്കണംകോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. നമസ്കാരം.